പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന ബയോളജി ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഹോർമോണുകളെ പറ്റി, അവയുടെ ധർമ്മങ്ങളെ പറ്റിയിട്ട് പറയുന്ന, വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു 15 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റായിട്ട് ഇടാൻ പോകുന്നത്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സ്ഥിതി ചെയ്യുന്നത് ഏത് അവയവത്തിലാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സ്ഥിതി ചെയ്യുന്നത് ഏത് അവയവത്തിലാണ്? ഉത്തരം പാൻക്രിയാസ്. അടുത്ത ചോദ്യം, ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഇൻസുലിൻ. അടുത്ത ചോദ്യം, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്ര? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്ര? ഉത്തരം 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml. 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml. ഇതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ്. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനം എന്ന് ആചരിക്കുന്നു? ലോക പ്രമേഹ ദിനം എന്ന് ആചരിക്കുന്നു? ഉത്തരം നവംബർ 14. നവംബർ 14 ശിശുദിനം കൂടിയാണ്. അന്ന് തന്നെയാണ് ലോക പ്രമേഹ ദിനം. അടുത്ത ചോദ്യം, തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. താഴെ തന്നിരിക്കുന്നതിൽ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. താഴെ തന്നിരിക്കുന്നവയിൽ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. ബി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. സി ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. ഡി കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ഇതിലേതാണ് തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ അല്ലാത്തത്? ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, ആ ധർമ്മം നിർവഹിക്കുന്നത് കാൽസിറ്റോണിനാണ്. എട്ടാമത്തെ ചോദ്യം, വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? സൊമാറ്റോട്രോപ്പിൻ ഒരു ഹോർമോണാണ്. ഇത് വളർച്ചയുടെ ഘട്ടത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഉത്തരം ഭീമാകാരത്വം. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അടുത്ത ചോദ്യം, ഗർഭാശയത്തിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഗർഭാശയത്തിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓക്സിറ്റോസിൻ. അടുത്ത ചോദ്യം, ലൈംഗിക ഹോർമോണുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ലൈംഗിക ഹോർമോണുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം കാൽസിറ്റോണിൻ. ബാക്കിയുള്ള 3ഉം ലൈംഗിക ഹോർമോണുകളാണ്. 11ാമത്തെ ചോദ്യം, വളർച്ചാഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം താടിയെല്ല്, മുഖം, വിരലുകൾ എന്നിവയുടെ അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകാം. ഈ അവസ്ഥയെ പറയുന്ന പേരെന്താണ്? വളർച്ചാഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അമിതമായാൽ താടിയെല്ല്, മുഖം, വിരലുകൾ എന്നിവയുടെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാവും. ഈ അവസ്ഥയെ പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം അക്രോമെഗാലി. ഉത്തരം അക്രോമെഗാലി. ഇതാണ് ഈ അവസ്ഥയെ പറയുന്ന പേര്. അടുത്ത ചോദ്യം, ഓക്സിൻ എന്ന സസ്യ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൽ പെടാത്തത് ഏതാണ്? ഓക്സിൻ എന്ന സസ്യ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നു. വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ജിബ്ബറിലാണ്. ജിബ്ബർലിൻ. ഓക്കെ. അടുത്ത ചോദ്യം, സസ്യ ഹോർമോണുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? സസ്യ ഹോർമോണുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം പ്രോലാക്റ്റിൻ. അടുത്ത ചോദ്യം, ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം തൈമോസിൻ. 15 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.